Naming of alkanes, part 4. Branched alkanes, multiple unlike branches. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വരുന്നത് പഠിച്ചു. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഒരേപോലെയുള്ള മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആണ് നോക്കിയത്. ഒന്നിൽ കൂടുതൽ ഒരേപോലെയുള്ള ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പേരിടുക എന്നാണ് നോക്കിയത്. അപ്പോൾ നമുക്കിനി ഒരുപോലെ അല്ലാത്ത ഒരു മീത്തയിൽ ഒരു ഈത്തയിൽ അങ്ങനെ മിക്സ്ഡ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. CH3 CH CH3 CH CH2 CH3 CH2 CH2 CH3. നമ്മൾ ആദ്യം ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. എങ്ങനെ എണ്ണി നോക്കിയാലും നിങ്ങൾക്ക് ഇതായിരിക്കും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കിട്ടുക. ഇതല്ല കിട്ടുക. ഓക്കെ, ഇനി നമ്പർ ചെയ്യുക. 1 2 3 4 5 6 1 2 3 4 5 6. ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ചസ് വന്നിരിക്കാന്ന് നോക്കാം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എണ്ണുമ്പോൾ ഒന്നിൽ ബ്രാഞ്ച് ഒന്നുമില്ല, രണ്ടിലൊരു CH3 വന്നിട്ടുണ്ട്. രണ്ടിലൊരു CH3 എന്ന് വെച്ചാൽ മീഥൈൽ ഗ്രൂപ്പാണ്. രണ്ടിലൊരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. പിന്നെ 3ലൊരു ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 2 കാർബൺ ഇല്ല ഈ ബ്രാഞ്ചിൽ, 1 2. അപ്പോൾ ഇത് ഈഥൈൽ ഗ്രൂപ്പാണ്. 3ലൊരു ഈഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. വേറെ കാർബൺ ആറ്റംസിലൊന്നും ബ്രാഞ്ചസ് ഇല്ല. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണുമ്പോൾ 1ലില്ല, 2ലില്ല, 3ലില്ല, 4ലൊരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 4ലൊരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 5ലൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ആദ്യം എഴുതുക? അപ്പോൾ ഇതിൽ ഏത് സെറ്റ് സെലക്ട് ചെയ്യുന്നുള്ളതിന് നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കണം, കഴിഞ്ഞ വീഡിയോയിലെ പോലെ. അപ്പോൾ ഇത് 3 + 2 5 ആണ്. 5 + 4 9 ആണ് വരിക. ഏതാണ് ചെറുത്? 5 അല്ല ചെറുത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2ഉം 3ഉം ആണ് എടുക്കുക. ഇനിയും വേറൊരു പ്രശ്നമുള്ളത്, ഇതിൽ ആദ്യം എഴുതുന്നത് ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ മീഥൈലുണ്ട് ഈഥൈലുണ്ട്. അപ്പം ഇതിൽ ആദ്യം നമ്മൾ പേരെഴുതുന്ന സമയത്ത് ആദ്യം ഏത് ബ്രാഞ്ചിൻ്റെ പേരെഴുതും, അതാണ് ഒരു പ്രശ്നം. അപ്പം അത് നോക്കാനായിട്ട് ആദ്യത്തെ ലെറ്റർ എടുക്കുക. ഇവിടെ മീഥൈലിന് M ആണ് ആദ്യത്തെ ലെറ്റർ, ഈഥൈലിന് E ആണ് ആദ്യത്തെ ലെറ്റർ. അപ്പം ആൽഫബറ്റിക്കൽ ഓർഡറിൽ ABCD നമ്മൾ പറയുമ്പോൾ ആദ്യം വരിക E അല്ലേ, ABCDE. അത് കഴിഞ്ഞിട്ടുള്ള M വരിക. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് ഈഥൈലാണ്. അപ്പം നമ്മൾ എഴുതുമ്പോൾ മൂന്നാമത്തെ കാർബണിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 3 ഈഥൈൽ, രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 2 മീഥൈൽ. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈഥൈൽ എഴുതിയത്? E ആണ് ആൽഫബറ്റിക് ഓർഡറിൽ എമ്മിനെക്കാളും മുന്നേ വരിക. സോ 3 ഈഥൈൽ 2 മീഥൈൽ. ഇനി മെയിൻ കാർബൺ ചെയിൻ്റെ പേര് 6 കാർബണുകളുണ്ട്, ഹെക്സൈൻ. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. CH3 CH2 CH2 CH3 CH2, sorry, this one CH ആയിരിക്കും. CH2 CH2 CH3 CH3 CH3. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നോക്കുക. ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ? അല്ല, അതിൽ കൂടുതലുള്ള ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതേണ്ടേ, ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 കാർബൺ ആറ്റംസ് ആണ് വരിക. നേരെ എണ്ണിയാൽ 1 2 3 4 5 6 7 എണ്ണേ വരുള്ളൂ. അപ്പോൾ ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമ്പർ ചെയ്യണം. 1 2 3 4 5 6 7 8. തിരിച്ച് നമ്പർ ചെയ്താൽ 1 2 3 4 5 6 7 8. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ചസ് വന്നിരിക്കുന്നത്. 1ലൊന്നുമില്ല, 2ലൊന്നുമില്ല, 3ലൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 3 മീഥൈൽ ഉണ്ട്, 3ൽ മീഥൈൽ ഉണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇടുമ്പോൾ വീണ്ടും 1 2 3 4 5 6ലൊരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 6ലൊരു ഈഥൈൽ ഉണ്ട്. പിന്നെ 7ലൊരു മീഥൈൽ ഉണ്ട് അല്ലേ. ഇത്രയും ഗ്രൂപ്പ്സ് ആണ് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇടുമ്പോൾ വരിക. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ 1ലൊന്നുമില്ല, 2ലൊരു മീഥൈൽ ഉണ്ട്, 3ലൊരു ഈഥൈൽ ഉണ്ട്,
3-ലൊരു ഈത്തൈൽ ഉണ്ട്. ഇനി 6-ലൊരു മീത്തൈൽ ഉണ്ട്. 6-ലൊരു മീത്തൈൽ ഉണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 7 + 6 13 + 3 16. 6 + 3 9 + 2 11. ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? 6 3 2 ബിക്കോസ് ഇതാണ് ലോവസ്റ്റ് നമ്പർ. 16ഉം 11ഉം വെച്ച് നോക്കും കമ്പയർ ചെയ്യുമ്പോൾ 11 ആണ് സ്മോളസ്റ്റ് നമ്പർ. അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 3 6 എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിൽ ഏതാണ് നമ്മൾ ആദ്യം എഴുതുക? നമുക്ക് ഇതിനെ രണ്ടിനെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. ഇതിന് രണ്ടിനെ കമ്പൈൻ ചെയ്യാം. 2ലും 6ലും മീത്തൈൽ അല്ലേ ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ 2,6 ഡൈമീത്തൈൽ എന്ന് എഴുതാം. ഡൈമീത്തൈൽ. പിന്നെ ഏതാണ് നമ്മുടെ കയ്യിലുള്ളത്? 3 ഈത്തൈൽ. അപ്പൊ ഇതിൽ ആരാണ് ആദ്യം എഴുതുക? അപ്പൊ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കണം അല്ലെ. അഗെയിൻ എമ്മും ഇയും അല്ലേ. ഡൈ എന്നുള്ളത് എടുക്കരുത്. നമ്മൾ മീത്തൈൽ ഗ്രൂപ്പിന്റെ പേരാണ് നോക്കുക. ഡൈ എന്നുള്ളത് 2 എന്നാണ് സൂചിപ്പിക്കുക. സോ മീത്തൈൽ ഈത്തൈൽ അതിന്റെ ആദ്യത്തെ ലെറ്റർ ആൽഫബറ്റിക് ഓർഡറിൽ ഏതാണ് ആദ്യം വരിക എന്നാണ് നോക്കുക. സോ ഈത്തൈൽ ആണ് ആദ്യം വരിക. അപ്പൊ നമ്മൾ 3 ഈത്തൈൽ ആണ് ആദ്യം എഴുതേണ്ടത്. സോ എങ്ങനെ പേര് വരിക? മൂന്നാമത്തെ കാർബണിലുള്ള ഒരു ഈത്തൈൽ ഗ്രൂപ്പ്. സോ 3 ഈത്തൈൽ. പിന്നെന്താ ഉള്ളത്? 2ലും 6ലും 2,6 ഡൈമീത്തൈൽ. 2 മീത്തൈൽ ഗ്രൂപ്പുകൾ. 2ലും 6ലും 2 മീത്തൈൽ ഗ്രൂപ്പുകൾ ഉള്ള ഒരു 8 കാർബണുള്ള ഹൈഡ്രോ കാർബൺ ഒക്ടൈൻ. ഇതിന്റെ പേരെന്താണ്? 3 ഈത്തൈൽ 2,6 ഡൈമീത്തൈൽ ഒക്ടൈൻ.